ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ബിനിയാണ്. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫ്രൈഡ് ചിക്കൻ ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ കാണത്തില്ല. ഇനിയിപ്പോൾ റെസ്റ്റോറൻറ്റിലൊന്നും പോകാൻ നിൽക്കേണ്ട, വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കത് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ തൊട്ടടുത്ത് തന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എന്നെ ചെയ്തേക്കണം. എന്നാൽ പിന്നെ വേഗം തന്നെ നമുക്ക് ഫ്രൈഡ് ചിക്കൻ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. സ്കിന്നോട് കൂടിയ ചിക്കൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയല്ല എടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് വലിയ പീസസുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ബട്ടർ മിൽക്ക് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനേഗറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് കുറച്ച് സമയം നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട, വേഗം തന്നെ ഇതായി കിട്ടും. അപ്പോൾ നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നേരം തന്നെ വെക്കണം എന്നില്ല, അതിന് മുന്നേ തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. 2 ടീസ്പൂൺ നിറച്ച് നമ്മൾ മുളക് പൊടി എടുത്ത് ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം, കാരണം നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഓവറായി പോവുകയും ചെയ്യരുത്. എന്നിട്ട് ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ആദ്യം തന്നെ ചേർക്കേണ്ടതാണ്, അപ്പോൾ ഞാൻ വിട്ടുപോയതുകൊണ്ടാണ് അവസാനം ചേർത്തേക്കുന്നത്. ഇതും കൂടെ ചേർത്ത് എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മളിതിലേക്ക് വീണ്ടും 1 ടേബിൾ സ്പൂൺ വിനേഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മളുടെ ചിക്കൻ ഓരോ പീസസ് ആയിട്ട് ഡിപ്പ് ചെയ്ത് വെക്കാം. അപ്പം നമ്മുടെ ഈ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരണമല്ലോ. അപ്പോൾ ഇതിൽ ഈ ഡിപ്പ് ചെയ്ത് വെക്കുന്ന നേരം കൊണ്ടാണ് ഇത് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ പീസസ് എല്ലാം നല്ല രീതിയിൽ മുങ്ങിയിരിക്കണം. ആ ഒരു പരുവത്തിലായിരിക്കണം നമ്മൾ എടുക്കുന്ന പാല്. അപ്പോൾ ഇതിനി നമുക്ക് കുറേ സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലതാണ്. അപ്പം മിനിമം ഒരു 4-5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇപ്പം നമ്മൾ പീസസ് എല്ലാം നന്നായിട്ട് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇത് 8 മണിക്കൂറിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഫ്രിഡ്ജിലാണ് ഇത് സൂക്ഷിക്കേണ്ടത്, ഫ്രീസറിലല്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ തന്നെ നല്ല രീതിയിൽ സോക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് കോട്ടിംഗ് ആണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നല്ല കളറ് കിട്ടും. ഇനി ഇതെല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ എല്ലാം നല്ല രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് കോട്ടിംഗ് ആണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് മാത്രമേ അത് റെഡിയാക്കി എടുക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നല്ല ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 മുട്ടയും കൂടെ നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് കൂടിപ്പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമ്മളിത് തണുത്ത വെള്ളത്തിലാണ് മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം ഫ്രിഡ്ജിൽ വെച്ച വെള്ളമാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സായിട്ട് കിട്ടണം. അപ്പം നമ്മുടെ പഴംപൊരിയുടെയൊക്കെ ബാറ്ററല്ലേ, അതിൽ നിന്നും കുറച്ചും കൂടെ ലൂസായിട്ടിരിക്കണം. അപ്പോൾ ഈ ബാറ്റർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലൂസായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ ഒരുപാട് ടൈറ്റായി പോവുകയും ചെയ്യരുത്. ഒരുപാട് ലൂസായി പോയാൽ നമ്മളുടെ ഈ കോട്ടിങ് നല്ല രീതിയിൽ പിടിച്ച് വരത്തില്ല. അതായത് നമ്മുടെ സെക്കൻഡ് കോട്ടിങ് നമ്മളുടെ ചിക്കനിലൊന്നും നല്ല രീതിയിൽ പിടിച്ച് കിട്ടത്തില്ല. അപ്പോൾ ആ കൺസിസ്റ്റൻസി പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പം മൊത്തത്തിൽ 1.25 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ആ കൺസിസ്റ്റൻസി കറക്റ്റായിട്ടാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഓവറായിട്ട് ലൂസായി പോവാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസസ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ.
ഇനിയിപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് കോട്ട് ചെയ്തെടുത്തിട്ട് വറുക്കാനായിട്ട് നിൽക്കരുത്. ഓരോന്നോരോന്ന് കോട്ട് ചെയ്തിട്ട് ഒപ്പം നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് കോട്ടിങ്. അതിലേക്ക് ഇത് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ ഈ കോട്ടിങ് നല്ല രീതിയിലൊന്ന് പിടിച്ച് കിട്ടണം. ഇനി നമ്മളുടെ സെക്കൻഡ് കോട്ടിങ്ങിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ മൈദ മാവിൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. നല്ല രീതിയിൽ ആ മൈദ മാവ് പിടിച്ച് വരണം. അപ്പോഴാണ് നമ്മളുടെ ആ പുറത്തെ ക്രിസ്പി ആയിട്ടുള്ള ലെയർ നല്ല രീതിയിൽ ഫോം ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതുപോലെ എല്ലാ ഭാഗത്തും നല്ല രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഓവറായിട്ട് നമ്മൾ പിടിച്ച് അമക്കുകയൊന്നും ചെയ്യരുത്. അപ്പോൾ നമുക്ക് റെഡിയായിട്ട് കിട്ടത്തില്ല. ഇതുപോലെ ഒന്ന് ജസ്റ്റ് നമ്മുടെ കൈ വെച്ച് പതുക്കെ എത്ര സോഫ്റ്റായിട്ട് ചെയ്യാവോ അത്രയും സോഫ്റ്റായിട്ട് ചെയ്യുക. എന്നിട്ട് നനവുള്ള ഭാഗത്തെല്ലാം നല്ല രീതിയിൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടിരിക്കണം. അതിലേക്കാണ് നമ്മൾ ഈ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ ഇത് മുങ്ങിക്കിടക്കുകയും വേണം. അപ്പോഴാണ് പുറത്തെ ആ ക്രിസ്പി ആയിട്ടുള്ള ലെയർ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നത്. നമ്മളിത് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നല്ല രീതിയിൽ വെന്ത് കിട്ടത്തില്ല. പിന്നെ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പീസസ് ഒരേ സമയത്ത് ഇട്ട് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കിട്ടത്തില്ല. ഞാനിപ്പോൾ 2 പീസ് വെച്ചിട്ടാണ് ഒരു സമയത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ഒന്ന് തിരിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക. നല്ല രീതിയിലൊന്ന് കുക്കായി വരട്ടെ. അപ്പോൾ നല്ല രീതിയിൽ ചിക്കനൊക്കെ കുക്കായി ആ കളറൊക്കെ നല്ല രീതിയിലൊന്ന് റെഡ് കളറൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നമുക്കിത് പീസസ് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ലെയറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 1-2 തവണ നമ്മൾ ആ മൈദയിൽ ഡിപ്പ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ നനവോട് കൂടി ആകുമ്പോൾ നല്ല കട്ടയായിട്ട് വരും. അതുകൊണ്ട് നമുക്കിതുപോലെ ഒന്ന് ഇടയ്ക്കൊന്ന് അടഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്നത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ കുറേ തവണ ഫ്രൈ ചെയ്തതിന് ശേഷം എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് കുറഞ്ഞു വരുമല്ലോ, ആ നേരത്ത് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഇളക്കണ്ട, എന്നാലും ജസ്റ്റ് ആ എണ്ണ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പം എണ്ണയുടെ ചൂട് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതനുസരിച്ചാണ് നമ്മളുടെ ആ പുറത്തെ ആ ലെയർ നന്നായിട്ട് അതായത് വീർത്ത് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് ആ പുറത്തെ ലെയറൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വരുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാ ചിക്കനും നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് ചിക്കൻ തന്നെയാണ്. അപ്പോൾ ഇനി റെസ്റ്റോറൻറ്റിലൊന്നും പോകാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട, വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാനായിട്ട് പറ്റും. പുറമൊക്കെ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസിയുമായിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടമാകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.